സ്വന്തം വീട്ടിലെ ഒരു കുഞ്ഞ് വിട്ടുപോകുന്നത് പോലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഈ 2 ദിവസം കൊണ്ട് ഈ നാട് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രയധികം ആളുകൾ, എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നതെന്ന് പറയാനാവില്ല. അത്രമേൽ ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരും ഇവിടേക്ക്. വണ്ടിയില്ല, വെള്ളമില്ല, ഒന്നുമില്ലാതെ ഇത്രയും ജനങ്ങളെ ആ കുടുംബത്തെയും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കൊണ്ടും കുഞ്ഞിന്റെ ആദരവ് കൊണ്ടുമാണല്ലോ ഇത്രയും ജനങ്ങൾ ഇവിടെ വരാനുള്ള ഒരു കാരണം. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വരും. എപ്പം തുടങ്ങിയ ഒരു യാത്രയാണത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. ആ ഭാഗത്തെ കുറിച്ചാണ് ഈ സ്ഥലത്ത് വരാനുള്ള. എവിടുന്ന് എത്തിപ്പെടാനും പാടുള്ള ഒരു ആട്ടോ പോലും കിട്ടാൻ ഞങ്ങൾ നടന്നാണ് വരുന്നത് കരാളിമുക്കിന്ന്. എന്നിട്ട് ഇതിന്റെ വാലവിടെ കിടക്കുന്ന അങ്ങേ അറ്റം കിടക്കുക, ക്യൂവിന്റെ അങ്ങേ അറ്റം കിടക്കുകയാണ്. ഇത്രയും ജനങ്ങൾ ഇങ്ങനെ വരണമെങ്കിൽ ആ കുഞ്ഞിന്റെ നന്മയെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടുന്നത്. നമ്മൾ അതാണ് ശരി. ഒരു ഏറ്റവും മികച്ചൊരു കുട്ടിയെ നഷ്ടപ്പെട്ടു ഈ നാടിന് എന്നുള്ളതാണ്. കലാകായിക രംഗത്ത്, പ്രത്യേകിച്ച് കായിക രംഗത്ത് മികവ് പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് സ്കൂളിന് നഷ്ടമായത്. ഒപ്പം തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്, ഇപ്പോൾ ഈ അമ്മ നമ്മളോട് വ്യക്തമാക്കിയതാണ്, അവന്റെ ബാഗിനകത്ത് നിന്നുള്ള പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ പൂർത്തിയാക്കാത്ത ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ ആ ബാഗിലെ പുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് ഇത്രയധികം വരയ്ക്കുന്ന ഒരു കുട്ടി, ഇവരുടെയൊക്കെ അമ്മുമ്മയൊക്കെ ആയിട്ട് നല്ല അടുത്ത ബന്ധം, അറിയാവുന്ന ആളുകളാണ്, എന്നിട്ടും ഇത്രയും നന്നായി വരയ്ക്കുന്ന ഒരു കുഞ്ഞായിരുന്നു മിഥുൻ എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും മിഥുനെ കുറിച്ച് അറിയുമ്പോൾ ഈ ആളുകൾക്ക് വൈകാരികമായൊരു വേദന ഉള്ള ഒരു ദുഃഖം ആ കുട്ടിയുടെ വിയോഗത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ കണ്ട് ഇറങ്ങുന്നുണ്ട്. പല വഴികളിലായി ആളുകൾ ആ വീട്ടിലേക്ക് എത്താനായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കുട്ടി, കളിക്കളങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി, വളരെ പെട്ടെന്ന് ചെന്ന് NCC എന്നുള്ള ഒറ്റ ഒരു താല്പര്യത്തിന് പുറത്താണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് പോകുന്നത്. NCC എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്താണ് ആ കുഞ്ഞ് അവിടേക്ക് പോകുന്നത്. അങ്ങനെ പോയാണ് അവിടെ ചേരുന്നത്. മറ്റൊരു സ്കൂളിലേക്ക് ചേരാനിരുന്നതാണ്, എന്നാൽ ഈ NCCയിലേക്ക് പോകണം. അങ്ങനെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് അവര് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ പോലും മക്കളെ വളർത്തി അവരെ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിക്കണം എന്നുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി പോകുന്ന ഒരു അമ്മ അച്ഛൻ അടങ്ങുന്ന കുടുംബം. സാധാരണ പണിക്കാരാണ് എല്ലാവരും, കൂലിവേല ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. 3 പേരും, അമ്മുമ്മ ഉൾപ്പെടെയുള്ളവർ കൂലിവേല ചെയ്ത് ജീവിച്ച് കഷ്ടപ്പെട്ട് വളർത്തുന്ന, എങ്കിൽ പോലും എത്ര കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴും ആ മക്കളുടെ ജീവിതത്തിന് കൃത്യമായൊരു രീതി, കൃത്യമായൊരു വഴിയെ, നേർവഴിക്ക് അവർ പോകണമെന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടി NCC അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ട് അവന്റെ ഇഷ്ടങ്ങൾ പരിഗണിച്ച് ആ കുട്ടിയെ കൊണ്ടാണ് ആ സ്കൂളിൽ ചേർത്തത് എന്നുള്ളതാണ്.